ട്രാൻസ്ലേഷൻ കിരീടം പോലെ ഭരതം പോലെ സിനിമ കാണാൻ പറ്റി. നല്ലൊരു ഫാമിലി ഇമോഷണൽ ഫിലിമാണ്. എനിക്ക് ഫസ്റ്റ് ഹാഫ് കണ്ട മാത്രം ഇഷ്ടപ്പെട്ടില്ല. ആദ്യത്തേത് കണ്ടപ്പോൾ എനിക്ക് തെറ്റാന്ന് തോന്നി. സെക്കൻഡ് ഹാഫ് കണ്ടപ്പോഴാണ് അത് എന്തുകൊണ്ടാണ് മനസ്സിലായത്. അതുകൊണ്ട് ഒരിക്കലും ഫസ്റ്റ് ഹാഫ് വെച്ച് മാത്രം ജഡ്ജ് ചെയ്യരുത്, മുഴുവൻ കാണണം. പിന്നെ പാർവതി ഇരുപത്തേരം ഉപേക്ഷയായി രണ്ടുപേരും തളർത്ത് അഭിനയിച്ചത്. അവാർഡ് കൊടുത്താൽ രണ്ടുപേരും കൊടുക്കണം. ഒരുപാട് ട്രാൻസ്ലേഷൻ കണ്ട് ഇപ്പം പല ഫിലിംസ് നമ്മൾ രണ്ടാമത് കാണാൻ തോന്നി. ഈ ഫിലിം എത്ര കണ്ടത് മതിയാവും. ഒരു ലാൻഡ് മാർക്ക് ഫിലിമായി. കിരീടം പോലെയോ ഭരതം പോലെയോ വാത്സല്യം പോലെയോ അങ്ങനത്തെ ഒരു ലാൻഡ് മാർക്ക് ഫിലിമാണ്. തകർത്ത് അഭിനയിച്ചിട്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. ഒരുപാട് ട്രാൻസ്ലേഷൻ നല്ല പടം. ഹൃദയസ്പർശിയായ ഫിലിമാണ്. രണ്ടുപേരും അവരവരുടെ രീതിയിൽ തെളിയിച്ചവരാ. അത് തന്നെ കാണാനുണ്ട്. രണ്ടുപേരും വന്നപ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് നിൽക്കും. ശരിക്കും നീലാമ്മ അഞ്ജു എന്ന് പറഞ്ഞ രണ്ട് ക്യാരക്ടേഴ്സ് നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് നിൽക്കുന്നതാണ്. അതെ, പല സീനുകൾ നമ്മുടെ മനസ്സിൽ നിൽക്കും. അത് രണ്ടുപേരെയും ഭയങ്കര മത്സരിച്ചിട്ടുള്ള ഭയങ്കര നല്ല ഭയങ്കര നല്ല പടം. എനിക്കൊക്കെ ഭയങ്കര വിഷമമായി. കണ്ടു കഴിഞ്ഞാൽ എന്തായാലും കഴിയും. ഭയങ്കര ഇമോഷണലി നമ്മളെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്ന തരത്തിലുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ പടം. എനിക്കറിയത്തില്ല, പക്ഷെ ഭയങ്കര നല്ല പടം. ഒരുപാട് റെക്കഗ്നിഷൻ കിട്ടേണ്ട രീതിയിൽ ഉള്ള ഒരു പടമാണ്. എന്തായാലും ആ ഒരു സെക്കൻഡിന് സംവിധായകനെ ഒന്ന് വീട്ടിലേക്ക് വിടുവോ? ഈ സംവിധായകൻ പിന്നെ man of the hour. He is the reason. എന്താണ് പ്രേക്ഷകരിലും പറയുന്നത് നിങ്ങൾ രണ്ടുപേരും പെർഫോമൻസ് ഒപ്പത്തിനൊപ്പം ആര് ജഡ്ജ് ചെയ്യണമെന്ന് അറിയത്തില്ല. ആറാ പെർഫോമൻസ് ആണ്. അങ്ങനെയൊന്നുമില്ല, ചേച്ചി തന്നെയാണ് സൂപ്പർ. പക്ഷേ ഇത് ക്രിസ്റ്റു എഴുതിയത് കൊണ്ടാണ് ഇങ്ങനത്തെ കഥാപാത്രം കിട്ടിയത്. സോ താങ്ക് യു സോ മച്ച്. വെരി എക്സൈറ്റഡ്. ക്രിസ്റ്റുവിന് നന്ദിക്കട്ടെ. ആരും വീഴരുത്. വീഴല്ലേ ചേട്ടാ. ആരെങ്കിലും കണ്ടോ? സിനിമ കണ്ടോ നിങ്ങള്? ഈ വീഡിയോ എടുക്കുന്ന ആരെങ്കിലും സിനിമ കണ്ടോ? നാഷണൽ അവാർഡ് വലിയ ബോണസ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ആൾക്കാർ കണ്ട് ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതാണ് ഏറ്റവും വലിയ സന്തോഷം. കോമ്പറ്റീഷനോ എന്തെന്നാ പറയണേ, നമ്മളിങ്ങനെ ഒരു ചെറിയൊരു കുളം എന്താ പറയുക ഓഷ്യനുമായിട്ട് ഇങ്ങനെ കോമ്പീറ്റ് ചെയ്യാൻ നിൽക്കണ പോലെയാണ്. അപ്പോൾ ദിസ് നോ കോമ്പറ്റീഷൻ. ഒരുപാട് പഠിക്കാനുണ്ട് ചേച്ചിയുടെ അടുത്ത്. ഇനിയും കുറേ സിനിമകളെങ്കിൽ ചേച്ചിയുടെ കൂടെ ചെയ്യണം എന്നുള്ള ആക്രാന്തം ഉണ്ട്. അത് മനസ്സിലായി. ആരാ ഒന്നും കൂടെ പറയൂ. പിന്നെ ഓഫ് കോഴ്സ് യെസ്, എല്ലാവരുടെയും കൂടെ ഒരുപാട് സിനിമകൾ ചെയ്യാനുണ്ട്. പക്ഷെ ഒരു ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റുന്ന ഒരു ചാൻസ് കിട്ടുന്നത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. ഐ സീ യു. താങ്ക്സ്. Anybody else? Thank you. Anybody else has some questions? Everybody aren't. Oh my God, what is happening here? What is this? ഡയറക്ടറോട് ചോദിച്ചോളൂ. എന്താണ് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നത് ഫസ്റ്റ് ഫിലിമിൽ തന്നെ പാർവതിയിൽ ചേച്ചിയുടെ അടുത്ത് കൂടെ കിട്ടിയെന്നുള്ളതൊരു ഏതൊരു ഡയറക്ടറിനെ എനിക്ക് തോന്നുന്നു എത്രാമത്തെ സിനിമ ചെയ്യുമ്പോഴും ഇതൊരു ഡ്രീം കാസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ആസ് എ ഡയറക്ടർ എനിക്ക് എൻ്റെ ജോലി വളരെ എളുപ്പമാണ്, അല്ലെങ്കിൽ സിമ്പിളാണ്. വളരെ കുറച്ച് ഡയറക്ഷൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ നിങ്ങൾ സ്ക്രീനിൽ കണ്ടു എന്താണ് സംഭവിച്ചത്.
എങ്ങനെയുണ്ടായിരുന്നു? ബഷീറോപ്പ് ഇരുന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഒരു എന്താണ് ഭയങ്കര ഇമോഷണലി ഹോണ്ടിങ് ആയിട്ടുള്ളൊരു പടമാണ്. അപ്പോൾ അവരുടെ റിയാക്ഷനൊക്കെയാണ് ഇപ്പം ഞാനിപ്പോൾ രണ്ടാമത്തെ തവണ കാണുന്നത്, പ്രിവ്യൂ കണ്ടായിരുന്നു. അപ്പോൾ അവരുടെ റിയാക്ഷനൊക്കെ ആണെങ്കിലും നമ്മളെ സിനിമയിൽ കാണുന്നതിനോടൊപ്പം തന്നെ അവർ സഞ്ചരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. ഈ ഉർവശിയമ്മ പാർവതി അവരുടെ പെർഫോമൻസ് തന്നെ പെർഫോമൻസ് ആണെന്ന് നമുക്ക് തോന്നുന്നില്ല. അതാണ് അത്രയ്ക്ക് റിയലിസ്റ്റിക്, അത്രയ്ക്ക് എന്താണ് ഉർവശി മാമിന്റെ പെർഫോമൻസ് കണ്ടിട്ട് പക്ഷേ നാഷണൽ അവാർഡിനുള്ള ചാൻസ് ഉള്ള ഒരു പടമാണ് ഇത്. ഉറപ്പായിട്ട് നാഷണൽ അവാർഡ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് മതിയെന്നുള്ളതാണ്. കാരണം അത്രയ്ക്ക് മൈന്യൂട്ടാണ് പുള്ളിക്കാരുടെ പെർഫോമൻസ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതും അതാണ് എനിക്ക് മനസ്സിലാത്തത്. ഉർവശിയമ്മ ഏത് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാലും അത് ഭയങ്കര ഇമ്പാക്റ്റ്ഫുള്ളാണ്. ഇത്രയും കോമഡി ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് സംശയം തോന്നും. പക്ഷെ അതിന്റെ അങ്ങേയറ്റം പെർഫെക്ഷൻ ആണ്. നമുക്ക് ആർക്കും ഇപ്പോൾ ആക്ടേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഒരു കോമ്പറ്റീഷനിൽ പിടിച്ചെടുക്കാൻ പറ്റില്ല.